അക്ഷരങ്ങളുടെ മഹാമേളയ്ക്ക് ഷാർജയിൽ തിരിതെളിഞ്ഞിരിക്കുകയാണ് 16ാമത് കുട്ടികളുടെ വായനോത്സവത്തിന്. ഏറെ വിസ്മയ കാഴ്ചകളാണ് ഇത്തവണത്തെ വായനോത്സവത്തിൽ ഒരുക്കിയിരിക്കുന്നത്. വായനോത്സവ നഗരിയിലുള്ള ഷെർലക് ഹോംസ് മ്യൂസിയം ഒന്ന് കാണേണ്ടത് തന്നെയാണ്. കുഞ്ഞു മനസ്സുകളിൽ അറിവിന്റെയും അക്ഷരത്തിന്റെയും വലിയ ലോകം നിറയ്ക്കാൻ ഷാർജ വായനോത്സവത്തിന്റെ പുതിയ സീസണ് ഷാർജയിൽ തുടക്കമായിരിക്കുകയാണ്. ഷാർജ എക്സ്പോ സെന്ററിലെ ഹാളുകളിൽ കുരുന്നുകൾക്കായി പുസ്തകങ്ങൾ കാത്തിരിക്കുകയാണ്. വായനോത്സവത്തിന്റെ 16ാമത് പതിപ്പാണ് തുടക്കമായിരിക്കുന്നത്. പുതിയ പതിപ്പ് സുപ്രീം കൗൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമി ഉദ്ഘാടനം ചെയ്തു. ഷാർജ എക്സ്പോ സെന്ററിൽ നടന്ന ചടങ്ങിൽ ഉപഭരണാധികാരി ഷെയ്ഖ് സുൽത്താൻ ബിൻ അഹമ്മദ് അൽ ഖാസിമി, ഷാർജ ബുക്ക് അതോറിറ്റി ചെയർപേഴ്സൺ ഷെയ്ഖ് ബദൂർ അൽ ഖാസിമി, ആരോഗ്യ രോഗപ്രതിരോധ മന്ത്രി അബ്ദുൾ റഹ്മാൻ ബിൻ മുഹമ്മദ് അൽ ഒവൈസ്, ഈജിപ്തിലെ സാംസ്കാരിക മന്ത്രി ഡോക്ടർ അഹമ്മദ് ഫൗദ് ഹാനോ, ഷാർജയിലെ പ്രമുഖ സാംസ്കാരിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ തലവന്മാരും എഴുത്തുകാരും ബാലസാഹിത്യത്തിലെ വിദഗ്ധർ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറിയിരുന്നു. ഉദ്ഘാടന ചടങ്ങിന് ശേഷം 22 രാജ്യങ്ങളിൽ നിന്നുള്ള 122 അറബ് അന്താരാഷ്ട്ര പ്രസാധകരുടെ പവലിനുകൾ ഭരണാധികാരി സന്ദർശിച്ചു. ഏറെ വിസ്മയ കാഴ്ചകളാണ് പുതിയ പതിപ്പിൽ ഒരുക്കിയിരിക്കുന്നത്. ലോകത്തിലെ വിവിധയിടങ്ങളിലെ പ്രസാധകർ ഒരൊറ്റ മേൽക്കൂരയ്ക്ക് കീഴെ സമ്മേളിക്കുന്ന കുട്ടികൾക്കായുള്ള ലോകത്തിലെ ഏറ്റവും വലിയ പുസ്തകോത്സവങ്ങളിൽ ഒന്നാണ് പുരോഗമിക്കുന്നത്. ഓരോ തവണയും മേളയിലെ കുട്ടികളുടെ പങ്കാളിത്തം അത്ഭുതപ്പെടുത്തുന്നതാണെന്ന് മേളയ്ക്കെത്തിയ പ്രസാധകർ അഭിപ്രായപ്പെട്ടു. ഷാർജ ചിൽഡ്രൻസ് റീഡിംഗ് ഫെസ്റ്റിവൽ കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് വേണ്ടി മാത്രം ഒരുക്കിയ പുസ്തകങ്ങളുടെ ഒരു ലോകമാണ്. അപ്പോൾ നമ്മുടെ ഇന്റർനാഷണൽ ബുക്ക് ഫെയർ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇത് കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു ലോകം. അവരുടെ പുസ്തകങ്ങളും അവർക്ക് വേണ്ട ആക്ടിവിറ്റീസ് ഫോക്കസ് ചെയ്ത് നല്ല നല്ല വർക്ക്ഷോപ്സ്, അതുപോലെ ഷെർലക് ഹോംസിന്റെ ഒരു സെപ്പറേറ്റ് കളക്ഷൻ, അതുകൂടാതെ ഒരുപാട് ഓതേഴ്സിന്റെ സെഷൻസ്, അങ്ങനെയെല്ലാം വെച്ച് ഇപ്രാവശ്യത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വൺ ഓഫ് ദി ഫൈനസ്റ്റ്, ലോകത്തിലെ തന്നെ ഫൈനസ്റ്റ് ബുക്ക് ഫെയർ ആണ് ഷാർജ ചിൽഡ്രൻസ് റീഡിംഗ് ഫെസ്റ്റിവൽ. കാരണം ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക്, സ്പെഷ്യലി എൻ്റെ ബുക്ക് ഷോപ്പിൽ നമുക്ക് ഒരു 80% പുസ്തകം കുട്ടികൾക്ക് വേണ്ടി മാത്രം ഫോക്കസ് ചെയ്തിരിക്കുന്നതാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഫെസ്റ്റിവലിൽ കുട്ടികൾക്ക് വേണ്ടി മാക്സിമം ബുക്സ് കൊടുക്കാനും അവരെ മാക്സിമം എന്റർടൈൻ ചെയ്യാനും പറ്റിയൊരു പ്ലാറ്റ്ഫോമാണ്. ഈ വർഷം നല്ല പ്രതീക്ഷയിൽ തന്നെയാണ്. ഇത്തവണത്തെ വേളയിൽ കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ ആകർഷിക്കുകയാണ് ഷെർലക് ഹോംസ് മ്യൂസിയം. ഷെർലക് ഹോംസിന്റെ കഥാപരിസരങ്ങളിലേക്ക് യാത്ര നടത്താൻ സാധിക്കും വിധം മനോഹരമായി നിർമ്മിച്ചിരിക്കുന്ന മേഖല. 221B ഷെർലക് ഹോംസ്. ഈ ഒരു അഡ്രസ് അറിയാത്ത വായനക്കാർ കുറവായിരിക്കും. ഒരു സാങ്കല്പിക കഥാപാത്രത്തിന് എത്രത്തോളം ഉയരത്തിലെത്താം എന്നതിന്റെ ഉദാഹരണമാണ് ഷെർലക് ഹോംസ്. ഒരുപക്ഷെ എഴുത്തുകാരനായ സർ ആർതർ കോണൻ ഡോയലിനേക്കാൾ ഉയരെ പറന്ന കഥാപാത്രം. We're grateful to be able to bring the exhibition to Sharjah for the book fair, mostly because of the influence that Sherlock Holmes has had on literature and the writings of Conan Doyle, really across the board. Sherlock Holmes has been so influential upon all of us. It even affects our language, and we use Sherlock as a way to define a detective. But we also see that his use of the scientific method is universal, and we see so many these superheroes, right, that are out there, and superheroes have these sort of fictional powers, but Sherlock Holmes has the power of observation. He has the power of science. You can actually do it, and these books have inspired so many people to do that, whether they go into forensic science or whether they go into science in general, or maybe they go into art, or maybe they go into anything else. But if you're able to take a question, apply Sherlock Holmes' method to that question, you can eventually get to the truth. കഴിഞ്ഞ 125 വർഷങ്ങളായി ഒരു കഥാപാത്രം
ലോകമെമ്പാടുമുള്ള ആളുകളെ ഇൻസ്പയർ ചെയ്തിരിക്കുകയാണ്. അതാണ് ഷെർലക് ഹോംസ്. ഒരുപക്ഷെ ഒരു സാങ്കല്പിക കഥാപാത്രത്തിന് എത്രത്തോളം ഉയരങ്ങളിൽ എത്താമോ അതിന് കൃത്യമായ ഉദാഹരണമാണ് ഷെർലക് ഹോംസ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. The exhibition starts with kind of the inspiration of Conan Doyle. What inspired him to start writing this impactful character? And it really comes down to his work as a medical professional. When he was in school in Edinburgh, there's a lot of innovation happening there. So his professors were a huge influence upon him. Joseph Bell was one of the leading influences, and he recognized that. So we talk about those influences upon Conan Doyle. We also talk about the scientific innovations that were happening in the 1880s, the late 19th century. ബേക്കർ സ്ട്രീറ്റ്. ഈ ബേക്കർ സ്ട്രീറ്റിലെ 221B എന്ന വിലാസം അറിയാത്ത വായനക്കാർ ഉണ്ടാകില്ല. അത്രയധികം പ്രശസ്തമാണ് ഈ ഒരു വിലാസം. ഒരുപക്ഷെ നിരവധി ആളുകൾ ഇത് യാഥാർത്ഥമായിട്ടുള്ള ഒരു കഥാപാത്രമാണെന്നും ഷെർലക് ഹോംസ് ജീവിച്ചിരിപ്പുണ്ട് എന്നും വിശ്വസിച്ച് ഓരോ ദിവസവും ഇവിടേക്ക് കത്തയക്കുന്ന ആളുകളുടെ എണ്ണവും വളരെയധികമാണെന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം. ആ ഒരു ബേക്കർ സ്ട്രീറ്റിനെ ഇവിടെ പുനരാവിഷ്കരിച്ചിട്ടുണ്ട്. So we look at that. We have 221B, the sitting room that John Watson and Sherlock Holmes lived in the fictional stories. It's designed specifically to all the details coming from Conan Doyle's hand. So what he wrote is in that room. Then we have a mystery section where there's a crime that happened, and you can come in and look at some of the evidence and evaluate, what that evidence means and apply his method. തുടക്കം മുതൽ പലയിടങ്ങളായി ഒരുക്കി വെച്ചിരിക്കുന്ന തുമ്പുകൾ ചേർത്ത് വെച്ച് ഒരു കുറ്റകൃത്യം തെളിയിക്കുക എന്ന രസകരമായ ഒരു ആക്ടിവിറ്റിയും കുട്ടികൾക്കായി ഇവർ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കുട്ടികളെല്ലാം ആവേശത്തോടെയാണ് ഈ ഒരു കളിയിൽ ഇവിടെ പങ്കാളിയാവുന്നത്. ഇവിടെ നല്ല രസമുള്ള സ്ഥലം, നല്ല ത്രില്ലിംഗ് ഏരിയ ആണ്. പിന്നെ ഇവിടെ കുറെ ക്ലൂസും ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ സൈഡിൽ ഇങ്ങനെ പോസ്റ്റേഴ്സും ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട് ഷെർലോക്ക് ഹോംസിന്റെ വേർഡ്സ് ആയിട്ട്. ആൻഡ് നല്ല പാസ്റ്റിൽ ഉള്ള പോലെ ഉണ്ട്. വെരി ക്രിയേറ്റീവ് ആൻഡ് ത്രില്ലിംഗ് ഏരിയ. ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താ? ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവിടെ മറ്റേ നമുക്ക് സ്റ്റാച്ചു പൊട്ടിച്ചിട്ടുണ്ട്, അത് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. യെസ്, ഓഫീസ് ശരിക്കും ഷെർലോക്ക് ഹോംസിന്റെ ഓഫീസ് പോലെ ഉണ്ട്. താഴത്തത് ആ ബെയറും പിന്നെ ബെയർ മാറ്റ് എല്ലാതും ആ ബുക്കിൽ പോലെ തന്നെ ഡിസ്പ്ലേ ചെയ്യും. And then finally, in this gallery, we have some of the impact that Conan Doyle and his characters have had on the rest of the world over the last century plus. Everything from pop culture to artwork to film, it's all represented here in artifacts.